നെക്സ്റ്റ് നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇൻഫർമേഷൻസ് ടു ബി ഇൻക്ലൂഡഡ് ഇൻ HR റെക്കോർഡ്സ്. ഇൻഫർമേഷൻ ടു ബി ഇൻക്ലൂഡഡ് ഇൻ HR റെക്കോർഡ്സ്. ഏതൊക്കെ തരത്തിലുള്ള വിവരങ്ങളാണ് നമ്മുടെ HR റെക്കോർഡ്സിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്? അതായത് ഒരു HR റെക്കോർഡ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടാവണം? ഒന്നാമത്തെ കാര്യമാണ് പറയുന്നത് പേഴ്സണൽ ഡീറ്റെയിൽസ്. എന്താണ് പേഴ്സണൽ ഡീറ്റെയിൽസ്? അപ്പോൾ എന്താണ് പേഴ്സണൽ ഡീറ്റെയിൽസിൽ നമ്മൾ വരുന്നത് നോക്കാം. ഒരു എംപ്ലോയിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ അഡ്രസ്, പേര്, ഫോൺ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, സെക്സ്, അയാളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ്, അയാളുടെ ടാക്സ് കോഡ് എന്തിനാണ്? ടാക്സ് പെയർ ആണെങ്കിൽ നമുക്ക് ഓർഗനൈസേഷൻ അത് ആവശ്യമാണ്. അപ്പോൾ ടാക്സ് കോഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് പേഴ്സണൽ ഡീറ്റെയിൽസിൽ. ഈവൻ ഹീ ഈസ് എ ഡിസേബിൾഡ് വൺ, അല്ലെങ്കിൽ അയാളുടെ വർക്ക് എക്സ്പീരിയൻസ്, ഇതൊക്കെ എന്തിൽ സൂക്ഷിച്ചിട്ടുണ്ടാവണം? നമ്മുടെ എന്തിൽ? ഹ്യൂമൻ റിസോഴ്സ് റെക്കോർഡ്സിൽ കീപ്പ് ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ പേഴ്സണൽ ഡീറ്റെയിൽസ്, ഇത്രയും കാര്യങ്ങൾ ഒരു ഹ്യൂമൻ റിസോഴ്സ് റെക്കോർഡ്സിൽ ആവശ്യമാണ്. രണ്ടാമത്തേത് എംപ്ലോയ്മെൻറ്റ് ഹിസ്റ്ററി. അതായത് അയാളുടെ എപ്പോഴാണ് ജോലിക്ക്, ഈ ഓർഗനൈസേഷനിൽ എപ്പോഴാണ് ജോലി തുടങ്ങിയത്, പിന്നീട് അയാൾക്ക് പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ടോ, അതായത് ഒരു മാനേജറാണെങ്കിൽ അയാൾ ആ മാനേജർ എന്നുള്ള ജോലിയിലേക്ക് ഏത് വർഷമാണ് കടന്നു വന്നത്, അയാൾക്ക് അവിടെ നിന്ന് എന്ത് കിട്ടിയിട്ടുണ്ടോ, പ്രൊമോഷൻസ്, മുമ്പേ ജോലിയെടുത്ത സ്ഥലങ്ങളിൽ നിന്ന് പ്രൊമോഷൻസ് കിട്ടിയിട്ടുണ്ടോ, ഇപ്പം എന്താണ് അയാൾ ജോലി, ഇപ്പം എന്താണ് ആ ജോബ് ടൈറ്റിൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടാവണം. നെക്സ്റ്റ് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് എംപ്ലോയ്മെൻറ്റ്. അതായത് ഇപ്പം നമ്മൾ HR റെക്കോർഡ്സിൽ ഉൾക്കൊള്ളിക്കേണ്ട വേറൊരു കാര്യമാണ് ഡീറ്റെയിൽസ് ഓഫ് പേ. ഒരു എംപ്ലോയിക്ക് കൊടുക്കേണ്ട ശമ്പളം, ഹവേഴ്സ് ഓഫ് വർക്ക്, ഒരു ദിവസം എത്ര സമയം ജോലി ചെയ്യണം, ഒരാഴ്ചയിൽ എത്ര സമയം ജോലി ചെയ്യണം, ഒരു മാസത്തിൽ എത്ര സമയം ജോലി ചെയ്യണം, ഹോളിഡേ എൻടൈറ്റ്മെൻറ്റ്, അയാൾക്ക് ഏത് സമയത്ത് ലീവ് കിട്ടും, ഇപ്പോൾ സൺഡേ സാറ്റർഡേ ആണോ അല്ലെങ്കിൽ ട്യൂസ്ഡേ ആണോ, അങ്ങനെ ഏത് ദിവസമാണ് ലീവ്, പിന്നീട് അയാൾക്ക് ഹൗസ് റെൻ്റ് അലവൻസസോ അല്ലെങ്കിൽ ട്രാവലിംഗ് അലവൻസസോ കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ കാറ്, പിന്നെ ഇൻഷുറൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവണം? HR റെക്കോർഡ്സിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, അത് റിട്ടൺ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ടാവണം. എന്തിനാ? രണ്ടാളുടെ കയ്യിലുണ്ടാവണം കേട്ടോ. എംപ്ലോയറുടെ കയ്യിലുണ്ടാവണം, എംപ്ലോയിൻ്റെ കയ്യിലുണ്ടാവണം. ഭാവിയിലൊരു തർക്കം വരാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ പറയുകയാണ് എംപ്ലോയി, ഞാൻ ജോലിക്ക് കയറുന്ന സമയത്ത് ഇത്ര കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് വെറുതെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ റിട്ടൺ എഗ്രിമെൻ്റ് ഇല്ലെങ്കിൽ എംപ്ലോയർ അത് അംഗീകരിച്ച് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ള ഗ്രീവൻസസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ടേംസ് ആൻഡ് കണ്ടീഷൻസ് അബൌട്ട് എംപ്ലോയ്മെൻറ്റ് തീർച്ചയായും എഴുതി തയ്യാറാക്കിയതായിരിക്കണം. നെക്സ്റ്റ് പറയുന്നത്, അതായത് അടുത്ത എന്ത് കാര്യമാണ് നമ്മുടെ പേഴ്സണൽ റെക്കോർഡ്സിൽ വേണ്ടതെന്ന് വെച്ചാൽ ആബ്സെൻസ് ഡീറ്റെയിൽസ്. ഓരോ എംപ്ലോയിയും ലേറ്റായിട്ട് വരുന്നുണ്ടോ, അയാൾക്ക് ഇടയ്ക്കിടയ്ക്ക് സൂക്കേടായിട്ട് പോകുന്നുണ്ടോ, അല്ലെങ്കിൽ അൺഓതറൈസ്ഡോ ഓതറൈസ്ഡ് ആയിട്ടുള്ള ലീവ്സ്, അല്ലെങ്കിൽ ആനുവൽ ഹോളിഡേയ്സ്, മെറ്റേണിറ്റി, പെറ്റേണിറ്റി, ഡിപ്പെൻസ് ലീവ്, കമ്പാഷനേറ്റ് ലീവ്, അതായത് സാധാരണ ലീവുകൾ. ഇപ്പോൾ മെറ്റേണിറ്റിയും പെറ്റേണിറ്റിയൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നു. അറിയില്ലെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. പിന്നെ അങ്ങനെയുള്ള ലീവുകൾ എടുക്കുന്നുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. എന്തിനാ ഈ ലീവ് എടുക്കുന്നുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഓർഗനൈസേഷൻ മെമ്പേഴ്സ് കൺസിസ്റ്റൻ്റ് ആയിട്ട് ലീവ് ആവുന്ന സമയത്ത് നമ്മുടെ ഓർഗനൈസേഷനിൽ പ്രൊഡക്ഷൻ നടക്കില്ല അല്ലേ. അവർ ഇറഗുലറായിട്ട് വരുന്ന സമയത്ത് അത് ഓർഗനൈസേഷന് ഡിസഡ്വാൻറ്റേജ് ആണ്, അല്ല നോട്ട് ഗുഡാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി, അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആബ്സെൻറ്റ് ഡീറ്റെയിൽസ് ആവശ്യമാണ്. ഇനി പേഴ്സണൽ റെക്കോർഡ്സിൽ അല്ലെങ്കിൽ HR റെക്കോർഡ്സിൽ ആവശ്യമുള്ള വേറൊരു കാര്യമാണ് ഡീറ്റെയിൽസ് ഓഫ് ആക്സിഡൻറ്റ്സ്. അതായത് ജോലിയുമായി ബന്ധപ്പെട്ടിട്ട് ഏതൊക്കെ തരത്തിലുള്ള ആക്സിഡൻറ്റ്സ് ആണ് സംഭവിക്കുന്നത് അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പേഴ്സണൽ റെക്കോർഡ്സിൽ എഴുതിയിട്ടുണ്ടാവണം. അതായത് ഇപ്പോൾ ജോലി സ്ഥലത്തേക്ക് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ആക്സിഡൻറ്റ്സ് ആണ് ഉണ്ടാവുന്നതെന്ന് കൃത്യമായിട്ട് എഴുതി വെക്കണം. അത് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി പർപ്പസസിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ എഴുതി വെക്കുന്നത് പേഴ്സണൽ റെക്കോർഡ്സിൽ. അത് നമുക്ക് അതോറിറ്റീസ് ചെക്ക് ചെയ്യുന്നതാണ്.
അപ്പോൾ അങ്ങനെയുള്ള ആക്സിഡൻസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അതിൽ വേണം. പിന്നീട് ഡീറ്റെയിൽസ് ഓഫ് ട്രെയിനിങ്, അതായത് ഓർഗനൈസേഷനിൽ ട്രെയിനിങ്ങിനെ കുറിച്ച് അല്ലെങ്കിൽ ഫർദർ എഡ്യൂക്കേഷനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവണം. ഇപ്പോൾ നമ്മുടെ ഓർഗനൈസേഷൻ സംബന്ധിച്ചിടത്തോളം ചില സമയങ്ങളിൽ എംപ്ലോയീസിന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവാം, ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടാവാം, അപ്രൻറ്റീസ്ഷിപ്പിലായിരിക്കും ഉണ്ടാവുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, റിട്ടൺ ആയിട്ട് തന്നെ എഴുതി തയ്യാറാക്കിയിട്ടുണ്ടാവണം. ചില സമയത്ത് ഇൻറ്റേർണലായിട്ടും എക്സ്റ്റേണലായിട്ടും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതി തയ്യാറാക്കിയിട്ടുണ്ടാവണം. നെക്സ്റ്റ് പറയുന്നത് ഡീറ്റെയിൽസ് ഓഫ് ഡിസിപ്ലിനറി ആക്ഷൻസ്, അതായത് ഒരു എംപ്ലോയി എന്തെങ്കിലും തെറ്റ് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇൻഡിസിപ്ലിനറി ആയിട്ടുള്ള ആക്ടിവിറ്റി ചെയ്തിട്ടുണ്ടാവാം, അയാൾക്കെതിരെ നമ്മൾ ഡിസിപ്ലിനറി ആക്ഷൻസ് ചെയ്തിട്ടുണ്ടാവാം. അതും കൂടി എന്തിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാകണം, പേഴ്സണൽ റെക്കോർഡ്സ് അല്ലെങ്കിൽ HR റെക്കോർഡ്സിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാകണമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ഏതെങ്കിലും ഒരു എംപ്ലോയിനെ നമ്മൾ ടെർമിനേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ടെർമിനേഷൻ്റെ ഡീറ്റെയിൽസും കൂടെ അയാളുടെ പേഴ്സണൽ റെക്കോർഡ്സിൽ കീപ്പ് ചെയ്യണം. എന്തിനാ അതും കൂടി നമ്മൾ പേഴ്സണൽ റെക്കോർഡ്സിൽ കീപ്പ് ചെയ്യണമെന്ന് പറയുന്നത്, ഭാവിയിൽ ആ എംപ്ലോയി കോമ്പൻസേഷനൊക്കെ വരികയാണെങ്കിൽ നമുക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റും, ഇന്ന തെറ്റുകൊണ്ടാണ് നിന്നെ ഞാൻ ഈ ഓർഗനൈസേഷനിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്തതെന്ന് നമുക്ക് കാണിക്കാൻ വേണ്ടി പ്രൂഫ് ഉണ്ടാവും നമ്മുടെ കയ്യിൽ. അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഡീറ്റെയിൽസ് ഓഫ് ടെർമിനേഷനും കൂടെ നമ്മളതിൽ ഉൾക്കൊള്ളിക്കുന്നത്. ലാസ്റ്റ് വണ്ണാണ് പറയുന്നത് ഡേറ്റ ഫോർ അനാലിസിസ്. പിന്നീട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ വന്നിട്ടുള്ള ഇപ്പം 250 എംപ്ലോയീസ് ഉണ്ടെങ്കിൽ ആ 250 എംപ്ലോയീസിന് വന്ന ടോട്ടൽ വേജസ് അല്ലെങ്കിൽ സാലറി, അല്ലെങ്കിൽ വേജസോ സാലറിയോ ആ കാര്യം ടോട്ടൽ, ടൈം കീപ്പിങ്ങിൻ്റെ അല്ലെങ്കിൽ ആബ്സെൻസ് ലെവൽ, ഓവറോൾ സ്റ്റാഫിംഗ് ലെവൽ നീഡ്, പ്രൊഡക്ഷൻ, നമ്മുടെ മാക്സിമം പ്രൊഡക്ഷൻ അല്ലെങ്കിൽ സർവീസിൻ്റെ കാര്യങ്ങൾ, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, മാക്സിമം അല്ലെങ്കിൽ ഫുള്ളായിട്ട് നമ്മൾ റെക്കോർഡ് കീപ്പ് ചെയ്തിട്ടുണ്ടാവും. മൊത്തത്തിൽ ഒരാളുടേതല്ല, മൊത്തത്തിൽ. എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മുടെ ഓർഗനൈസേഷൻ്റെ മൊത്തത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. എന്തിനു വേണ്ടിയിട്ട്, അതായത് ഇപ്പോൾ ആനുവൽ ബേസ് ഒക്കെ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ വർഷം എത്ര ലാഭമാണോ, ഈ വർഷം എത്ര നഷ്ടമാണോ എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡേറ്റ ഫോർ അനാലിസിസ്, അതായത് കൃത്യമായിട്ട് മൊത്തത്തിലുള്ള കണക്കുകൾ എല്ലാം നമ്മൾ ഈ പേഴ്സണൽ റെക്കോർഡ്സിൽ കീപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്.